ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. തേങ്ങ കൊത്ത് വെച്ചിട്ട് ഞങ്ങൾ കാസർഗോട്ടാറ് അടിപൊളിയായിട്ടുള്ള ഒരു മസാല ദോശയ്ക്കും അതുപോലെ സാദാ ദോശയ്ക്കൊക്കെ പറ്റിയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു തേങ്ങയാണ്, വലിയതല്ല. അപ്പോൾ അതിൻ്റെ ഫുള്ളും ഞാനിങ്ങനെ തേങ്ങാനെ കൊത്തി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആക്കിയെങ്കിൽ കുറച്ച് എളുപ്പപ്പണിയുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആക്കിയതാണ്. ഇല്ലെങ്കിൽ ചിരകണ്ടൊക്കെ വരുന്നില്ലേ, അങ്ങനെ ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് എടുത്തത്. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കൊത്തിയ തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ എന്താക്കണമെന്ന് വെച്ചെങ്കിൽ പൊടിച്ചിട്ടെടുക്കണം. നല്ലൊരു തേങ്ങ ചിരകിയ പോലെ പൊടിച്ചിട്ടെടുക്കണം. അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെ പൊടിക്കണമെന്ന് വെച്ചാൽ അപ്പോൾ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തേങ്ങ ചിരകുന്നത് എളുപ്പത്തിൽ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടായിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചെങ്കിൽ ഒരു മാസത്തോളം കേടുകൂടാതെ തന്നെ തേങ്ങ ചിരകിയതായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഒരിക്കൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ചെടുത്ത് മാറ്റിയിട്ട് വെക്കുന്നത്, ഫ്രീസറിൽ വെക്കുന്നുണ്ട് ദോശക്കാൻ മറ്റും ഇടാന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു തേങ്ങാൻ്റെ ഫുള്ളിന്ന് ഒരു 1/4 ഭാഗം എടുത്തിന്. അപ്പോൾ ഒരു 3/4 തേങ്ങ ആവും. ബാക്കി 1/4 തേങ്ങാനെ ഞാൻ ഫ്രീസറിൽ വെക്കുന്നത്. 3/4 തേങ്ങാൽ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഇനി ഈ 3/4 തേങ്ങാലേക്ക് ഞാനിപ്പോൾ 2 പച്ചമുളക് എടുക്കുന്നത്. ആ 2 പച്ചമുളക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുക്കുന്നതാണ്. അപ്പോൾ ഇത് എന്താ പറയുന്ന ഒക്കെ കൂട്ടിയിട്ടാകുമ്പോൾ ഒരു നെല്ലിക്കാൻ്റെ വലുപ്പം ഉണ്ടാവും. അപ്പോൾ അത്ര ഇട്ടിട്ട് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ടായിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ അതാ ഇത്ര ഒരു ഉരുള എടുത്തിട്ടുണ്ടാവുക, ഒരു നെല്ലിക്കാൻ്റെ വലുപ്പത്തിൽ. അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ടായിട്ട് ഇതിലേക്കില്ലേ കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടില്ലേ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിന്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടില്ല അരച്ചെടുത്തിട്ട് വരാവാ. അപ്പോൾ എല്ലായിടത്തും ദോശക്കായെങ്കിലും പിന്നെ എന്താ പറയുന്ന വടക്കായെങ്കിലും പിന്നെ ഗോളി വെജക്കായെങ്കിലും പിന്നെ എന്തിനായെങ്കിലും ഏടുന്നായെങ്കിലും ഈ ഒരു സാധനം കിട്ടുന്നത്. അപ്പോൾ നമ്മളെ ഹോട്ടലിൽ നിന്നും കിട്ടുന്നത്, പിന്നെ പുരയിൽ നിന്നും കിട്ടുന്നത്, എല്ലായിടത്തും കിട്ടുന്നപ്പാ ഇതിനെ ഇവിടെ പറയുന്ന കാസർഗോട്ട് ചട്നീന്ന്. അപ്പോൾ ഇത്ര ആയിട്ട് ഇതിലേക്കില്ലാകുമ്പോൾ നല്ല വാങ്ങലല്ലേ കടുവും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് കറിച്ചപ്പില ഇങ്ങനത്തെ എല്ലാം ഇട്ടിട്ട് നല്ല വാങ്ങല. പിന്നെ എന്താ പറയുന്ന കടു പൊട്ടിച്ചിട്ട് വയ്ക്കണം. അപ്പോൾ ആണ് ഇതിനൊരു ടേസ്റ്റ് വരുന്നത്. അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ, കാസർഗോട്ടാറ് ഇങ്ങനെയാണ് ചട്നി ഉണ്ടാക്കൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാവേ. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാത്ത ആളുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്ര ടേസ്റ്റാണ് ഇങ്ങനെ ആക്കിയിട്ട് കഴിക്കുന്ന. അപ്പോൾ അപ്പത്തിൻ്റെ ഒക്കെ ദോശൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഇഡ്ഡലീൻ്റെ ഒക്കെ എല്ലാം കഴിക്കാം. അപ്പോൾ അത്ര ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കാവേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.